തിങ്കളാഴ്ച പുലർച്ചെ കിരണും വിസ്മയും തമ്മിൽ വഴക്കുണ്ടായതായി കിരണിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ബഹളം കേട്ടെത്തുമ്പോൾ കണ്ടത് വിസ്മയെ നിലത്ത് കിടത്തി കിരൺ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതാണ്. 3:45 ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ എത്തി 5 മിനിറ്റ് കഴിഞ്ഞാണ് മരിച്ച വിവരം അറിഞ്ഞത്. ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ വിസ്മയ ബോധരഹിതയായിരുന്നുവെന്നും കിരണിന്റെ അമ്മ പറഞ്ഞു. തലേന്ന് അവിടെ ഒരു സംസാരം കേട്ടു. 2:30 ആയപ്പോൾ ഞാനൊന്ന് എഴുന്നേറ്റു. മൂത്രം ഒഴിക്കാൻ എഴുന്നേറ്റ് മൂത്രം ഒഴിച്ച് കിടന്ന് 10-15 മിനിറ്റ് കഴിഞ്ഞാണ്. അല്ല ഇവർ സംസാരം കേട്ടു, അവർ രണ്ടുപേരോടുണ്ട്. അപ്പം ഞങ്ങൾ എന്തുവാടി ചോദിച്ചാൽ അവൾ അന്നേരം ഞാൻ എണ്ണിച്ച് അവളും എണ്ണിച്ച് ഞങ്ങൾ രണ്ടിൻ്റെ മേളിൽ ചെന്നപ്പോൾ ഇവള് കരഞ്ഞോണ്ടിരിക്കുക, വീട്ടിൽ പോകണം, മൊബൈൽ അവനെടുത്ത് വെച്ചു എന്നാണ്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം. വാ നമുക്ക് എന്തായാലും നേരം വെളുക്കട്ടെ, വണ്ടിയൊന്നും ഇവിടെ ഇല്ലല്ലോ, നമ്മൾ വിളിച്ച് വരുത്തിയൊക്കെ രാത്രി പോകേണ്ട ആവശ്യം എന്ത്, ആ മൊബൈൽ എടുത്തു. ഞാൻ പറഞ്ഞു അത് മൊബൈൽ ഇവിടെ ഇരിക്കുമല്ലോ, ഇനി രാത്രി 2 മണിക്ക് എന്തിനാ മൊബൈൽ? കിടന്നപ്പോഴാണ് എനിക്ക് രാത്രിയായപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം, എന്നെ വീട്ടിലോട്ടൊന്ന് കൊണ്ടുപോയി. ഇത് കണക്ക് രാത്രിയാകുമ്പോൾ വീട്ടിൽ പോകണം. അന്നേരം ഞങ്ങൾ ചെന്നു. എനിക്ക് വീട്ടിൽ അവിടെ സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ ചെന്നപ്പോൾ അച്ഛനും വന്നു, എനിക്ക് വീട്ടിൽ പോകണം, എന്നെ വീട്ടിലോട്ടൊന്ന് കണ്ടാക്കും വീട്ടിൽ. അന്നേരം അച്ഛൻ പറഞ്ഞു, ഈ രാത്രിയില്ലേ നിങ്ങൾ ഈ രാത്രി അടുത്താണോ പോകെ വരാൻ, നേരം വെളുക്കട്ട മോളെ. എൻ്റെ മോളെക്കാട്ടി സ്നേഹിച്ച് വളർത്തുന്ന ഒരു കുഞ്ഞാതിനെ, കാരണം കുഞ്ഞു പ്രായമാണ്. എനിക്ക് കണ്ടൊരു മോള്. അങ്ങനെയൊക്കെ വാത്സല്യച്ചും സ്നേഹത്തോടും കൂടി കുഞ്ഞിനെ ഇവിടെ നിർത്തുന്നത്. അവർക്ക് പറയാം, അവരെന്തെങ്കിലും ഞാൻ ഒരു ദിവസം 1 മാസത്തിന് മുമ്പ് ഈ കൊച്ചിന് ഇതുകണക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം. കാരണം ഇവരെ കാണാത്തതിൻ്റെ ഇത് കാണും കൊച്ചിന്. 3 മാസമായപ്പോഴും ഇവർക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് അന്വേഷിക്കുകയോ എന്തുവാ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുകയോ വരികയോ പോവുകയോ ചെയ്യാം. ഇതിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്നും ഇവർ ഒരു ഫോൺ വിളിയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇവർ രണ്ടും കൂടെ മേടിച്ച് കേക്കൊക്കെ മുറിച്ച് മേളി നല്ല വിപുലമായിട്ട് അങ്ങനെ ഞങ്ങളുടെ മക്കളെയും വിളിച്ച് അവർ നല്ല ഞങ്ങളെയും പിടിച്ച് നിർത്തി. മാളു ഭയങ്കര സ്നേഹം അച്ഛനും അമ്മയെന്ന് വെച്ചാൽ ഞങ്ങൾക്കും അതെ മോളെക്കാട്ടി സ്നേഹം.